എടാ ജിമ്മാൻ, ഡാ നീ എന്താണ് ഒന്നും മിണ്ടാതെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നേ? അതല്ലേ ഏട്ടാ, ഇന്നു മുതൽ ജീവിതത്തിനൊരു മാറ്റം വരുത്തണം. ജോലി മുടങ്ങാതെ ഒരുപാട് സമ്പാദിക്കണം. വെരി ഇൻട്രസ്റ്റിംഗ്. പറ പറ പറ, കേക്കട്ടെ കേക്കട്ടെ. നാളെ വൈകിട്ട് കാർത്തിക്കിന്റെ പാരന്റ്സിനെ മീറ്റ് ചെയ്യാൻ പോവാ ഞാന്. കാർത്തിക്കിനെ എന്നെ ഇഷ്ടപ്പെട്ടതുപോലെ അവന്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ ഇഷ്ടപ്പെടണം. ആകെ ടെൻഷൻ ആവുന്നു എനിക്ക്. അവൾ അച്ഛനും അമ്മയില്ലാതെ വളർന്ന കുട്ടിയെ. എന്നിൽ അവൾക്ക് വിശ്വാസം. അവൾക്ക് ഒരു കുറവും വരുത്താതെ എനിക്ക് നന്നായിട്ട് നോക്കണം. സോ കല്യാണത്തിന് ശേഷം ഉറപ്പായിട്ടും കാർത്തിക്കിനെ ഞാൻ ജോലി ചെയ്യുന്നത് ഇഷ്ടാവില്ലെന്നാ തോന്നുന്നത്. അവന്റെ അച്ഛനും അമ്മയും അത് സമ്മതിക്കില്ല. സോ നാളെ തന്നെ ഞാൻ ജോബ് റിസൈൻ ചെയ്യാൻ പോവാ. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞാൻ കുറച്ച് കാശ് തരാം നിനക്ക്. സ്വന്തമായിട്ടൊരു ജിംനേഷ്യം നീ സ്റ്റാർട്ട് ചെയ്യും. കൈ നിറച്ച് സമ്പാദിക്കണം. നീ ഹാപ്പി ആയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകും. ചേട്ടാ, നിനക്ക് എപ്പോ കഴിയുമോ അപ്പൊ നീ എനിക്ക് കാശ് തിരിച്ചെന്നാ മതിടാ കാർത്തികേ. താങ്ക്സ് ചേട്ടാ. യെസ് മാൻ. റിസിഗ്നേഷൻ ലെറ്റർ കൊടുക്കാൻ വേണ്ടി ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കുക. അത്ര അത്യാവശ്യമുള്ള കാര്യമാണോ ഇത്? അതെ, അത് ഞാൻ പറഞ്ഞതുപോലെ ചെയ്യ്. ജിം കോച്ചുമായി പ്രണയമോ? നടി മനസ്സ് തുറന്നു. കാർത്തിക്, ഇപ്പൊ നീ എവിടെയാ ഉള്ളത്? ജിമ്മിലാടി. നിന്റെ ജിം എവിടെയാണ്? ഹയാട്ട് ഹോട്ടലിൽ. ഞാൻ അങ്ങോട്ട് വരിക. എനിക്ക് ഉടനെ നിന്നെ കാണണം. എന്താ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ആ ഡേ ടു ഡേ മാഗസിൻ കണ്ടോ നീ? ഓ ചെയ്യ്. ചേട്ടാ, കൈ ഇങ്ങനെ വെക്ക്. ശരീരത്തോട് ചേർന്ന് കൈ കുറച്ച് പൊങ്ങിയിരിക്കണം. സ്പീഡ് കുറച്ച് കൂടും. ഐഷു, ഐഷു, ഐശ്വര്യ, ഐഷു, ഐശ്വര്യ, ഐശ്വര്യ നിൽക്കാൻ. ഐശ്വര്യ, എന്ത് പറ്റി നിനക്ക്? എന്താ ഇത്? അതെല്ലാം അകത്ത് പോയി സംസാരിക്കാം, വാ. എന്തായാലും ഇവിടെ നിന്ന് പറഞ്ഞാ മതി. ഐഷു, പ്രണയിക്കുമ്പോ സംശയം മാത്രം വരാൻ പാടില്ല. തമ്മിൽ വിശ്വസിക്കുകയാണ് വേണ്ടത്. മറിച്ച് സംശയം തോന്നിയാലുണ്ടല്ലോ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷിക്കില്ല. അവരവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് എഴുതിയതായിരിക്കും. ഇന്ന് ഈ നടിയെക്കുറിച്ച് ആയിരിക്കും എഴുതിയത്. നാളെ വേറെ നടിയെ ഞാൻ ട്രെയിൻ ചെയ്താൽ അവരെ കുറിച്ചും ചിലപ്പോൾ എഴുതിയെന്നിരിക്കാം. ഇതെല്ലാം ഇങ്ങനെ വലുതാക്കാൻ നോക്കിയാ ആരൊക്കെ എന്ത് വേണമെങ്കിൽ എഴുതിക്കോട്ടെ. നീ ഒരു ജിം കോച്ചാണോ? ആ അതെ, ഞാൻ കോച്ചാണ്. എന്താ? ഏയ് നീ ദേഷ്യപ്പെട്ട് എങ്ങോട്ടാ ഐശ്വര്യ? പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? നീ എന്നെ മനഃപൂർവ്വം ചതിച്ചതാണ്. ബ്ലഡി ചീറ്റ്. ഏയ് ഞാനോ? മാറി നിൽക്ക്. മതി അഭിനയിച്ചത്. ഐശ്വര്യ, എന്താ പറയുന്നേ? ഞാൻ ചതിച്ചത്? അതെ, എന്താ സംശയം? എന്നെ കണ്ടത്, സംസാരിച്ചത്, സ്നേഹിച്ചത് എല്ലാം അഭിനയം തന്നെയാ. ഇല്ലെങ്കിൽ ഒരു സാധാരണ ജിമ്മിൽ ജോലി ചെയ്യുന്ന നീ എന്തിനാ എന്റെ മുന്നിൽ വലിയ റിച്ച് പോലെ അഭിനയിച്ചത്? ഞാനിപ്പോ ഇതൊക്കെ എനിക്കെല്ലാം അറിയാം. വെറും ഒരു ജിം കോച്ചാ നീ. എന്നിട്ട് ഫ്ലൈറ്റിൽ ബിസിനസ് ക്ലാസ്, ബെൻസ് കാർ, ബോട്ട് ക്ലബില് വീടും. എന്തിനാ ഇതൊക്കെ? പണക്കാരനെ പോലെ അഭിനയിച്ച് നീ എന്നെ ചതിക്കായിരുന്നില്ലേ? You bloody fraud. ഐശ്വര്യ, ഞാനെന്തിനാ നിന്നെ ഇങ്ങനെയൊക്കെ പറ്റിക്കുന്നേ? സിനിമാ നടൻ ആരിക്ക് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയാ ഞാനൊന്ന് ഫ്ലൈറ്റിൽ പോകാനായിട്ട് ഇടയായത്. ടിക്കറ്റ് ആരി സാർ തന്നെയാണ് തന്നത്. പിന്നെ ആ ബെൻസ് കാർ, അത് VTV ഗണേശേട്ടന്റെയാണ്. നീ ഇപ്പൊ പറഞ്ഞില്ലേ ആ ബംഗ്ലാവിനെ കുറിച്ച്? അതെന്റെ ക്ലയന്റിന്റെ വീടാണ്. അപ്പൊ ഈ കണ്ടതൊന്നും നിന്റേതല്ലേ കാർത്തിക്? എന്റെ അല്ല. ഇപ്പൊ എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നേ? നിനക്കും എനിക്കും ഇനി സെറ്റ് ആകില്ല. നമ്മൾ തമ്മിൽ ഒന്നുമില്ല. ഇനി നീ എന്നെ കാണാനോ സംസാരിക്കാനോ SMS അയക്കുന്നത്, ഫോൺ ചെയ്യുന്നത്, ഇതൊന്നും നീ ചെയ്യരുത്. ഇനി എന്റെ ജീവിതത്തിൽ ഒരിക്കലും നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. മനസ്സിലായോ? ഐശ്വര്യ, നീ എന്തിന്?
എടാ കാർത്തികേ, അവള് നിന്നെ ചതിച്ചു എന്ന് വിചാരിക്കാതെ. അവളാടാ ചതുവിൽപ്പെട്ടത്. നിന്നെപ്പോലെ ഒരു നല്ല പയ്യനെ അവള് മിസ് ചെയ്തടാ. മാർക്ക് മൈ വേർഡ്. നീ വേണ കണ്ടടാ, അവള് വലിയൊരു കുഴിയിൽ പോയി വീഴും. ഇതെന്താ ഇങ്ങനെയൊക്കെ പറയാതെ? അയ്യോ, ഒരുപക്ഷെ അവൾ എന്നെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് അവളെ അങ്ങനെ കൈവിട്ട് കളയാൻ പറ്റുമോ? ഞാൻ ഒരുപാട് മനക്കോട്ട കെട്ടിയതാ ചേട്ടാ. ഞങ്ങൾ ഒരുമിച്ച് സന്തോഷമായ ഒരു ജീവിതം, മുറ്റത്ത് ഓടി നടക്കുന്ന കുട്ടികൾ, എപ്പോഴും സ്നേഹം എനിക്കും അവൾക്കും. അയ്യോ, എല്ലാം ഒറ്റ സെക്കൻഡ് കൊണ്ട് തകർന്നു പോയി ചേട്ടാ. കരയാതടാ. ആണുങ്ങളായ കരയാൻ പാടില്ല. എന്നെ കൊണ്ട് പറ്റുന്നില്ല ചേട്ടാ. എന്താ ചെയ്യുന്നേ? സാധാരണ ഒരു ജിം കോച്ച് നിന്നെ ഞാൻ എങ്ങനെ പ്രേമിക്കുന്ന അവള് ചോദിച്ചത്. അവള് നിന്നെ അല്ല സ്നേഹിച്ചത്, പണത്തിനെ മാത്രമാടാ അവള് സ്നേഹിച്ചത്. ഇതൊന്നും മനസ്സിലാക്കാതെ അവളൊന്നും പെണ്ണിന്റെ വർഗത്തിൽ പെട്ടതല്ലടാ. അവളൊക്കെ കേസ് കെട്ടാടാ. അയ്യേ, എന്താ ഇത്? കണ്ടില്ലേ, കാറിന്റെ ഗ്ലാസ് നീ പൊട്ടിച്ചല്ലേ? എന്റെ പെണ്ണുമ്പിള്ളോട് ഞാൻ എന്ത് സമാധാനം പറയൂടാ? ഗ്ലാസ് പൊട്ടിക്കുന്ന ലെവലിൽ അവൾ നിന്നെ മത്ത് പിടിപ്പിച്ചല്ലേ? വെള്ളം ഒഴിക്കാതെ അടിക്കാതെടാ, നെഞ്ച് കത്തിപ്പോകൂടാ. ഞാൻ വേണതിൽ വെള്ളം ഊറ്റി തരാടാ. എന്റെ ഭാര്യയായിട്ടാ അവള്. അവളെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ? അയ്യോ, ഈ ചേട്ടനോട് ക്ഷമിക്കടാ പൊന്നു മോനെ. ഇങ്ങനെ ഒരു പ്രേമം ഞാൻ കണ്ടിട്ടില്ല. അല്ല പിന്നെ, ആകെ ഉള്ളത് ഈ ഒരു ബോട്ടിൽ മാത്രമേ. തീർക്കാതെ. എന്റെ ഐശ്വര്യ ഒരു പാവാ ചേട്ടാ. അതെ, ചെറുപ്പം മുതൽ അച്ഛനും അമ്മയില്ലാതെ വളർന്നതല്ലേ അവള്. അതുകൊണ്ടാ അവൾക്ക് സ്നേഹം എന്താന്ന് പോലും അറിയാത്തത്. തലക്ക് പിടിച്ച ലക്ഷണമാണല്ലോ ദൈവമേ. വിട്ട് കളയടാ നീയാ. അവളും നല്ല പെണ്ണ് തന്നെ, ശരിയാ. അവളുടെ സിറ്റുവേഷൻ എന്തൊക്കെയാണെന്ന് ആർക്കറിയാവടാ മോനെ. ഒരുമാതിരി അവള് ഫ്രോഡാ ചേട്ടാ. ആദ്യം അതാടാ ഞാനും നിന്നോട് പറഞ്ഞേ. ശരി, നീ കുടിച്ചത് മതി. മിച്ചം ഉണ്ടെങ്കിൽ എനിക്ക് കുടിക്കാനുള്ളത് അങ്ങ് താടാ. ഒന്നും വേണ്ട. അവൾ എവിടെ ഇരുന്നറിയോ? ഇവിടെയാ ചേട്ടാ. ഇപ്പൊ അവൾ എവിടെ ഇരിക്കുന്ന അറിയാവോ? ഇവിടെ ഇരിക്കുന്ന കാറിന്റെ മേലെയാ. ഒരു ഇവൻ കുടിച്ചിട്ട് ആളാകുക. നീയും കുടിച്ചിട്ട് നിന്റെ സ്വഭാവം കാണിക്കേ. നീ പറഞ്ഞത് സത്യം തന്നെയാടാ. നിന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പിന് സമം തന്നെയാടാ അവള്. എന്താ ചെരുപ്പാണെന്നും? കയ്യില് ബോട്ടിൽ വെച്ചോണ്ട് നീ വയലന്റ് ആകല്ലേ നീ? ചേട്ടാ, അവളൊരു മാലാഖയാ ചേട്ടാ. മാലാഖയാണ്. പറഞ്ഞത് ശരിയാ മോനെ, അവളൊരു മാലാഖ തന്നെയാ, സംശയമില്ല. അവള് മാലാഖയാണെന്നോ? അവള് തെറ്റ്. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. എന്റെ ഭാര്യ, ഞാൻ വിളിക്കും. നീ ഒന്നും പറയരുത്. നീ പറയാൻ പാടില്ല. അയ്യോ, ഞാൻ തന്നെ എനിക്ക് പാരമെടുത്തോ. എന്തൊരു വിധിയായത്. ചുമ്മാ ഇടാവുന്ന. അയ്യോ, കാറ്. ആരും ഇവിടെ പ്രേമിക്കുന്നില്ല കേട്ടോടാ. ഒരു പെണ്ണിനെ ഒരുത്തന്നെ സ്നേഹിക്കരുത്. സ്നേഹിച്ച നശിച്ച് നാറാണക്കല്ല് പിടിക്കും. പോടാ.